അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീൻ വർക്ക് ബുക്കിന്റെയും 24ാമത്തെ ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററുമായ അസ്സംഉ വൽ ബസറു, കേൾവിയും കാഴ്ചയും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ പറയുന്നത്, അള്ളാഹുവാണ് നമുക്ക് കാണാൻ കണ്ണുകൾ തന്നിട്ടുള്ളത്, കേൾക്കാൻ കാത് നൽകിയിട്ടുള്ളത്, വിശ്വസിക്കാൻ ഹൃദയം നൽകിയിട്ടുള്ളത്, ചെയ്യാൻ കൈകൾ നൽകിയിട്ടുള്ളത്, നന്മയിലേക്ക് നടന്നു പോവാനുള്ള കാലുകളൊക്കെ നൽകിയിട്ടുള്ളത് എല്ലാം അള്ളാഹുവാണ്. നമ്മെ കൃത്യമായി പരിപാലിക്കുന്നത് അള്ളാഹു താല മാത്രമാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഒരു പദ്യരൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകിയതല്ലാഹു, വാങ്കുലി കേൾക്കാൻ വാമൊഴി കേൾക്കാൻ കാതുകൾ നൽകിയതല്ലാഹു, ഈമാൻ കൊള്ളാൻ നന്മ നിനക്കാൻ ഹൃദയം തന്നവനല്ലാഹു, സത്യം പറയാൻ ദിക്റുകൾ ചൊല്ലാൻ നാവിന് നൽകിയതല്ലാഹു, കർമ്മം ചെയ്യാൻ ദാനം നൽകാൻ കൈകൾ തന്നവനല്ലാഹു, ദർസിൽ പോവാൻ മസ്ജിദിലെത്താൻ കാലുകൾ തന്നവനല്ലാഹു. വാമൊഴി എന്ന് പറഞ്ഞാൽ ടോക്ക് എന്ന സംസാരം, കാത് ഇയർ. ദഫ്തർ താലിബ് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് നുജീബ്, ഉത്തരം ഇതാനാണ്. ചോദ്യം 1, അല്ലാഹു തആല കണ്ണുകൾ നൽകിയതെന്തിന്? ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ. ചോദ്യം 2, അല്ലാഹു തആല കാതുകൾ നൽകിയതെന്തിന്? വാങ്കുലി കേൾക്കാൻ വാമൊഴി കേൾക്കാൻ. ചോദ്യം 3, അല്ലാഹു തആല ഹൃദയം നൽകിയതെന്തിന്? ഈമാൻ കൊള്ളാൻ നന്മ നിനക്കാൻ. ചോദ്യം 4, അല്ലാഹു തആല കാലുകൾ നൽകിയതെന്തിന്? ദർസിൽ പോവാൻ മസ്ജിദിലെത്താൻ. അഞ്ചാമത്തെ ചോദ്യം, അല്ലാഹു തആല കൈകൾ നൽകിയതെന്തിന്? കർമ്മം ചെയ്യാൻ ദാനം നൽകാൻ. രണ്ടാമത്തെ വർക്ക് എന്താ? നക്തബുൻ നഷീദ, ഒരു പാട്ട് എഴുതാനാണ്. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. അതേമാതിരി എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക. 1, പൂക്കളെ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. 2, ഖുർആൻ കേൾക്കാൻ കാതുകൾ നൽകിയത് അല്ലാഹു. 3, നല്ലത് തോന്നാൻ ഹൃദയം തന്നവൻ അല്ലാഹു. 4, ദിക്റുകൾ ചൊല്ലാൻ നാവ് നൽകിയത് അല്ലാഹു. 5, ദാനം ചെയ്യാൻ കൈകൾ തന്നവൻ അല്ലാഹു. 6, മസ്ജിദിലെത്താൻ കാലുകൾ തന്നവൻ അല്ലാഹു. കൊടുത്തതുപോലെയുള്ള ഒരു പദ്യം ഉണ്ടാക്കിയതെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ വർക്ക് എന്താണ്? നഫ്ഹം അസ്മാ അഅ്ലാമിൽ ജിസ്മി വനൻസഖ്. വായിച്ചിട്ട് എന്ത് ചെയ്യാ? അവയവങ്ങളുടെ പേരുകൾ വായിച്ചിട്ട് കോപ്പി ചെയ്യാനാണ്. റഅ്സുൻ, വജ്ഹുൻ, ഉദുനുൻ, സ്വദറുൻ, അൻഫുൻ, ഷഫത്തുൻ, ബതനുൻ, യദുൻ, റിജലുൻ, ഇസ്ബഉൻ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിന്റെയും പേരുകളാണ്. റഅ്സ് തല, വജ്ഹ് മുഖം, ഉദുന് ചെവി അല്ലെങ്കിൽ കാത്, സ്വദറുൻ ഹൃദയം, അൻഫുൻ മൂക്ക്, ഷഫത്തുൻ ചുണ്ട്, ബതനുൻ വയറ്, യദുൻ കയ്യ്, റിജുലുൻ കാല്, ഇസ്ബഉൻ വിരലുകൾ. ഇസ്ബഅ വിരൽ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും അനുസരണമുള്ള മക്കളാക്കി പെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.